എല്ലാവർക്കും നമസ്കാരമുണ്ട്. തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നാമിൻ്റെ വീട്ടിലാണ് ഓണാഘോഷിക്കാൻ പോകുന്നത്. എവിടെയെന്നറിയോ? TCVയുടെ ഓഫീസിൽ. അപ്പോൾ ഇവിടുത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഓണാഘോഷത്തിൻ്റെ കൂടെ അങ്ങോട്ട് നമുക്ക് കൂടാം. എന്നിട്ട് നമുക്ക് ഒരുപാട് പ്രേക്ഷകരെ പുറത്തൊന്നും പരിചയപ്പെടാനുണ്ട്. വരിക. എന്താ നാം ഈ കാണുന്നത്? കേമായിരിക്കണു പൂക്കളം. ഇത് കണ്ടോളുക, പ്രേക്ഷകരൊക്കെ കണ്ടോളുക. നാമിൻ്റെ കുടുംബത്തിലെ പൂക്കളം കണ്ടോളുക. എന്താ ഇത്? നമ്മൾ TCVയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തിരക്കിനിടയിലും നമ്മുടെ ഈ ഓണത്തിൻ്റെ തിരക്കിനിടയിലും ഇത്രയും മനോഹരമായിട്ട് പൂക്കൾ തയ്യാറാക്കാം നമ്മുടെ വീട്ടിലുള്ളവർ തയ്യാറായല്ലോ. അതിൽ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം. എന്തായാലും ഇവരുടെ ഓണാഘോഷത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ നാമനെ കാത്തിരിക്കുകയാണ് നാമിൻ്റെ സഹോദരന്മാർ. അപ്പോൾ നമുക്ക് അവർക്ക് ഇടയിലേക്ക് അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ നാമിൻ്റെ കുടുംബത്തിലെ ഓണാഘോഷം ഇങ്ങനെ കേമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ എല്ലാവരും നിൽക്കുന്നത്? എന്തായാലും മഹാബലി തമ്പുരാന് സന്തോഷമായിരിക്കണം. അപ്പോൾ നമ്മുടെ TCV കുടുംബത്തിലെ നമ്മുടെ പ്രധാനികളായ ആൾക്കാരെ നാമിനത് എന്തായാലും അവരുടെ വിശേഷങ്ങളിലേക്കൊന്ന് കടത്തിയല്ല. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നമ്മുടെ TCVയിൽ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓണക്കോടിയും നമ്മുടെ ഓണസദ്യയും എല്ലാതായിട്ട് വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. മാവേലിക്കും ഓണാശംസകൾ. സന്തോഷമായിരിക്കുന്നു. ഓണാശംസകൾ. സാറ് പറയാം, എങ്ങനെയൊക്കെയാണ് ഓണം? അടിപൊളിയായോ ഇത്തവണത്തെ ഓണം? ഇത്തവണത്തെ ഓണം അടിപൊളിയായിരുന്നു. പക്ഷേ ലാസ്റ്റ് ടൈമിലുണ്ടായ ഈ മഴ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഭംഗി കുറച്ചോ എന്നൊരു സംശയമുണ്ട്. മഴ നിർത്താനായിട്ട് നാം വേറെ ആളെ വിട്ടിട്ടുണ്ട്. മഴ നിൽക്കുന്നതായിരിക്കും കേട്ടോ. എന്തായാലും സന്തോഷം. എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ. ഇവരൊക്കെ ഒരുപാട് തിരക്കുള്ളവരാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഓണാഘോഷത്തിന് വേണ്ടിയിട്ടൊരു ഒത്തൊരുമ. നാമിന് സന്തോഷമായിരിക്കണോ? ഇവിടെ പറയാം, സാറ് പറയാം, എന്തൊക്കെയാണ് ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ? ഓണത്തിൻ്റെ വിശേഷം എല്ലാം നല്ലതിന് തന്നെ. സർവേശ്വരൻ അനുഗ്രഹിച്ച് ഈ ഓണവും എല്ലാവർക്കും വളരെ നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് മാവേലി വളരെ ക്യൂട്ട് മാവേലിയായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഇതിൽ പറയുമ്പോൾ ഒരു പ്രോത്സാഹനം മാവേലി തമ്പുരാനില്ല കേട്ടോ. സന്തോഷമായിരിക്കണോ? സാറ് പറയാം, എങ്ങനെയാണ് ഇത്തവണ മഹാബലി തമ്പുരാൻ്റെ പ്രത്യേക അനുഗ്രഹം വല്ലതും വേണോ? അല്ല, പ്രത്യേക അനുഗ്രഹം പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ നാട്ടുകാർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് മാവേലിക്ക് എല്ലാവർക്കും വേണ്ടതാണ്. എനിക്ക് മാത്രമായിട്ട് കിട്ടിയിട്ട് പോരില്ലല്ലോ. നമ്മൾ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടതല്ലേ. അപ്പോൾ എല്ലാവർക്കും, ഈ കുടുംബത്തിലെ എല്ലാവർക്കും TCVയുടെ പേരിൽ ഞാൻ ആശംസ നേരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കേമന്മാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മുകേഷ് സാറ്, നമ്മുടെ ബ്യൂറോ ചീഫ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എന്താണ് സാറേ? ഇത്തവണത്തെ ഓണാഘോഷം എങ്ങനെ ഇരിക്കുന്നോ? നമ്മൾ എല്ലാ ആഘോഷങ്ങളും ആരവങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നമുക്കൊരു ആഘോഷം വേണമല്ലോ. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓഫീസിലായിരിക്കും. അപ്പോൾ ആ ഒരു കുടുംബം തന്നെയാണ്. അപ്പോൾ അതിലൊരു ആഘോഷം വേറിട്ട് തന്നെയുണ്ട്. ഇപ്പോൾ ഓണം പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ആവേശം എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഒരു പനിക്കാലം കൂടി കടന്നുപോയി എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി പറയാനുണ്ട്. പൊതുവെ കുറേ പേർക്ക് അങ്ങനെയുണ്ട്. എന്നിരുന്നാൽ പോലും ഓണം നമുക്ക് അങ്ങനെയാണല്ലോ. കാണാൻ പറ്റും, ഓണം ഉണ്ണണം, ആഘോഷിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ. അതിൻ്റെ ആരവത്തിൽ നമുക്ക് കാത്തിരിക്കാം. സാറിൻ്റെ കവിത നാം ഒരുപാട് കേട്ടിരിക്കുന്നു. നമുക്കൊരു പാട്ടാണ് വേണ്ടത്. നമുക്കൊന്ന് അടിച്ചു പൊളിക്കാനായിട്ടൊക്കെ പറ്റിയ വല്ല പാട്ടുണ്ടോ? അതൊരു അടിച്ചുപൊളി പാട്ടല്ല. ഈ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാം അടിച്ചുപൊളി പാട്ടുകളാണ്. എല്ലാവർക്കും അതിൻ്റെ ആരവമാണ്. പക്ഷെ എന്നാലും എല്ലാവർക്കും ഒരു ഓണം എന്ന് പറഞ്ഞ ഗൃഹാതുരതയാണല്ലോ. ആ ഗൃഹാതുരത ഉണർത്തുന്ന ഒരു പാട്ടുണ്ട്. അതൊരു പഴയ തലമുറയാണെങ്കിലും പുതിയ തലമുറയാണെങ്കിലും ഗിരീഷ് പുത്തഞ്ചേരിയുടെ അതിൻ്റെ ഒരു 4 വരി പാടാം. അടിച്ചുപൊളിയല്ല, കേൾക്കുക. ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ പഴകിയൊരോർമ്മയായി മിഴിനീരുവാർക്കും, പഴകിയൊരോർമ്മയായി മിഴിനീരുവാർക്കും പാഴിരുൾ തറവാടൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു ഓണനിലാവും ഞാനും ഈ
ഓണനിലാവും ഞാനും. കവിത ഞാൻ അത് അടിച്ചുപൊളിയല്ല, അത് നേരത്തെ പറഞ്ഞ പോലെ ആ കവിതയുടെ വരി നമുക്കിവിടെ പ്രസക്തമാകുന്നു തോന്നുന്നു. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നേരത്തെ മണിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ നമ്മൾ ഒരിടത്ത് കൂടിച്ചേരുന്നു, ചിലർ വഴിവിരിഞ്ഞു പോകുന്നു. എന്നിരുന്നാൽ പോലും എല്ലാം ഓർമ്മകളാണ്. ഓണം തന്നെ ഒരു ഓർമ്മയാണ്. ആ ഒരു മധുരസ്മരണകളും സ്മൃതികളും ആണ് നമ്മുടെ ഓണം. ആ ഓണത്തിൻ്റെ കാഴ്ചകൾ ഇതും നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ആ ഓണം നമ്മുടെ ഓണാഘോഷമായി എല്ലാവർക്കും ഈ നിമിഷം നമ്മൾ ജീവിക്കുന്നു. ഈ ആഘോഷം, ഈ ആരവം, ഈ സന്തോഷം നമുക്ക് ഒപ്പം പങ്കിടാം. എന്തായാലും ഇതിൽ പരം ഒരു സന്തോഷം അതുപോലെ തന്നെ സന്ദേശവും നമുക്കിനി കിട്ടാനില്ല അല്ലേ? അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാവരും ചേർന്ന് നമ്മുടെ മുകേഷ് സാറിന് നല്ലൊരു കൈയ്യടി കൊടുക്കുക. സന്തോഷമായിട്ടോ, സന്തോഷമായി. അപ്പം എന്തായാലും സാറിന് നല്ല സമ്മാനമുണ്ട്. ഹൈ, അപ്പോൾ ഫൺ വിത്ത് മാവേലി എന്ന ഈ പ്രോഗ്രാം നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നവരുടെ സമ്മാനമാണ് കേട്ടോ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു ഓണക്കോടിയാണ് സമ്മാനം. സന്തോഷമായില്ലോ. അടുത്ത സമ്മാനം എന്ന് പറയുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു പായസം മിക്സാണ് കേട്ടോ. ഇത്തവണ ഓണത്തിന് ഈ പായസം വെച്ച് കഴിച്ചോളാം. മധുരമാവട്ടെ, സന്തോഷിക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സമ്മാനം എന്ന് പറയുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. എങ്ങനെ ഇരിക്കുന്നോ? ആവട്ടെ, ഓണം കളറാവട്ടെ. ഓണം കളറായിക്കട്ടെ. വീണ്ടും മക്കൾക്കായിട്ടുള്ള സമ്മാനമാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് വൗച്ചറാണ്. മധുരാവട്ടെ. ഈ നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാലേ ഐസ്ക്രീമൊക്കെ അങ്ങോട്ട് വീട്ടിലെത്തും. എങ്ങനെ വിളിക്കില്ലേ? ഐസ്ക്രീം കൊണ്ടുള്ള ആ പുഞ്ചിരി കണ്ടില്ലേ? എന്തായാലും സന്തോഷം കേട്ടോ. ഹാപ്പി ഓണം. അപ്പോൾ ഇവരെന്നെ എല്ലാവരും പരിചയപ്പെടാനുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഇവരൊക്കെ നമ്മുടെ അണിയറയിലൊക്കെ പ്രവർത്തിക്കുന്ന താരങ്ങളാണ് കേട്ടോ. എന്തായാലും സന്തോഷം. ഒന്ന് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ആ പേരങ്ങോട്ട് പറഞ്ഞോളൂ. വിഷ്ണു. വിഷ്ണു സാറ് ഇവിടെ എങ്ങനെയാണ്, എന്താണ് റോള്, കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. ഞാൻ സൗണ്ടിൻ്റെ പരിപാടി. സൗണ്ടാണ് കേട്ടോ, സൗണ്ടാണല്ലോ നമുക്കെല്ലാം പ്രാധാന്യം. മെയിൻ ആളാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ നിലനിൽക്കണമെങ്കിൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ പരസ്യങ്ങളൊക്കെ അത്യാവശ്യമാണ് അല്ലോ. അപ്പോൾ അതിന് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ പ്രഭീഷേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ മാഗിൻ സാറ്. കൊടുക്കുക കൈ, അവിടെ കൊടുക്കുക കൈ. എങ്ങനെ ഇരിക്കുന്നു ഓണാഘോഷങ്ങളൊക്കെ? നന്നായി പോകുന്നുണ്ട്. ഈ പ്രാവശ്യം അത്യാവശ്യം സ്പോൺസേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ഒരു പരസ്യം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സന്തോഷം. അവൻ അതൊക്കെ തന്നെ വേണ്ട. എങ്ങനെയാണ് സാറേ, മായിൻ സാറേ, കാര്യങ്ങളൊക്കെ പോണ്? ഓണക്കോടിയൊക്കെ കിട്ടിയോ? പിന്നെ കിട്ടിയല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ഈ പ്രാവശ്യം TCV ചാനലിൽ നിന്ന് മേടിക്കാൻ സാധിച്ചു. ഏതൊരു സമ്മാനത്തേക്കാളും ഉപരി ഞാൻ അതിനെ വിലമതിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സമ്മാനം അത് വേറെ ആണല്ലോ അല്ലേ? അതൊരു പ്രത്യേക തരം സുഖാനുഭൂതിയാണ്. എന്തായാലും നാമന് സന്തോഷം. അപ്പോൾ അടുത്ത ചേട്ടനെ നമുക്കൊന്ന് പരിചയമാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് പ്രഭാകരൻ. ഞാൻ തിരുമേനിയോടൊരു ചോദ്യം ചോദിക്കട്ടെ? തിരുവോണത്തിനാണല്ലോ തിരുമേനി വരാറ്. തിരുവോണത്തിൻ്റെ ഒരു പര്യായപദം പറയാൻ പറ്റുമോ? തിരുവോണത്തിന് ഒരു 4 പര്യായപദം പറയാം നമ്മൾ. ഒന്നോണം, രണ്ടോണം, മൂന്നോണം, നാലോണം. എങ്ങനെ ഇരിക്കണോ? നമ്മളോടാ ഹേമന്റെ കളി. അത് പറയുകയാണെങ്കിൽ ഈ ഓണക്കോടി തിരുമേനിക്ക് സ്വന്തം. ഇത് നാമിന്റെ കുടുംബത്തിൽ നിന്ന് തന്നല്ലേ? അത് നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോളാം. നമുക്കതാണ് സന്തോഷം. വളരെ സന്തോഷം. പാട്ട് പാടാൻ പറ്റുമോ നമുക്ക് വേണ്ടിയിട്ട്? ഒരു 4 വരി പാട്ട് പാടും. ഒരു സംഗതി പാടാം. ബുദ്ധിമുട്ടാവോ? സംഗതിയാണ് കേട്ടോ പാടുന്നത്. പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കുക. സംഗതിയാണ് ഇദ്ദേഹം പാടാൻ പോകുന്നത്. പദനി ഗരി സരി നിസ, പദനി ഗരി സരി സരി, പദനി ഗരി സരി നി മാമാ മരി രി സ, മാമാ മരി രി സ, പദനി സ നി ദ പ, പദനി ഗരി സരി നി സ, പദനി ഗരി സരി സരി. എങ്ങനെ ഇരിക്കണോ? കേമായിരിക്കണു. ഈ സംഗതി പാടുമ്പോഴേ വേറൊരു ആക്ഷനും കൂടി കൂടെ ഇടാണ്ട് ഇങ്ങനെ ഒരു സാധനം കൂടി ഇടും. ഈ നല്ല ആ സംഗതിക്ക് ഒരു രസം ഉണ്ടാവുള്ളൂ അല്ലേ? കുഴപ്പമില്ല, നാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓണക്കോടി നിങ്ങൾ കയ്യിൽ വെച്ചോളാം. നമ്മുടെ സന്തോഷമല്ലേ? നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന അതിമനോഹരമായ ഒരു ഓണക്കോടിയാണ് സമ്മാനം. എങ്ങനെ ഇരിക്കുന്നു? സന്തോഷം. അപ്പോൾ ഇടയ്ക്കൊക്കെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഫാമിലി ആയിട്ട് പോവുക.
മഹാബലിയുടെ പേരൊക്കെ പറഞ്ഞ് ഒരുപാട് ഡിസ്കൗണ്ട് ഒക്കെ ലഭിക്കും. പോലേ പോയിരിക്കും. സന്തോഷമായി നമ്മന്. അപ്പോൾ അടുത്ത സമ്മാനം കേട്ടോ, TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു പായസം മിക്സ് ആണ്. എങ്ങനെ ഇരിക്കുന്നു ഇത്തവണത്തെ ഓണത്തിന് പായസം വെച്ച് അങ്ങോട്ട് ആഘോഷിക്കുക? ആഘോഷിച്ചിരിക്കും. ഇത് തൃപ്രയാറും അതുപോലെ തന്നെ തൃശ്ശൂർ MG റോട്ടിലുമാണുള്ളത്, അറിയാലോ അല്ലേ? അവിടെയൊക്കെ ചെല്ലുക, മഹാബലിയുടെ പേര് പറയാം, ഡിസ്കൗണ്ട് ഒക്കെ മേടിക്കുക. പോവാം, തീർച്ചയായിട്ടും പോവാം. അടുത്ത ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ്. എങ്ങനെ ഇരിക്കുന്നു? സന്തോഷം. അപ്പോൾ അവിടെയൊക്കെ എന്തായാലും പോകണം കേട്ടോ. പിന്നെ പോയിരിക്കും. സമാധാനമായി. അപ്പോൾ അടുത്തത് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് വൗച്ചറാണ്. ഈ നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഗിഫ്റ്റൊക്കെ അങ്ങോട്ട് വീട്ടിൽ ഓടി എത്തോട്ടോ. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? പ്രാവശ്യത്തെ ഓണം കേമല്ലേ? അതെ അതെ. അപ്പോൾ ഇനി നാമൻ്റെ കുടുംബത്തിലെ കുറച്ച് സുന്ദരികളെ അങ്ങോട്ട് പരിചയപ്പെടാം. ഏതേ നിൽക്കുന്നു സുന്ദരിമാർ ഇങ്ങോട്ട് അടുപ്പിച്ച് നിൽക്കുക. സുന്ദരി എന്ന് പറഞ്ഞപ്പോൾ നാണായിട്ടോ. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പേരങ്ങോട്ട് പറഞ്ഞോളാം. അജിത. ടിന. മോളുടെ പേര് പറയാ? ആദ്യ. മിടുക്കി കുട്ടിയാണ് കേട്ടോ. ആവിണി. ശ്രീകല. ശ്രീകല. സനീറ്റ. സതി. ഉറക്കെ പറഞ്ഞോളൂ കേട്ടോ. സതി. എന്തായാലും കേമായിരിക്കണു. നിങ്ങളൊക്കെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ മഹാബലി തമ്പുരാന് വേണ്ടിയിട്ട് പാട്ട് പാടി തരുന്ന ആരാണ് ഇവിടെ? ഒരു നല്ലൊരു പാട്ട് എല്ലാവരും ചേർന്നങ്ങോട്ട് പാടും. മഹാബലി തമ്പുരാൻ സന്തോഷിക്കട്ടെ എന്ന്. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്ത് ആർക്കുമൊട്ടില്ല ദാനം, കള്ളവുമില്ല ചതിയുമില്ല, എല്ലോളമില്ല പൊളിവചനം. നാമനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ട്. എന്തായാലും സന്തോഷമായിരിക്കും കേട്ടോ. സമ്മാനങ്ങൾ കിട്ടട്ടെ എന്ന് വെച്ചിട്ട്. സമ്മാനങ്ങളുടെ ആളാണ് കേട്ടോ. എന്തായാലും സമ്മാനം തരാതെ നാം വിടില്ല. അപ്പോൾ ഈ ടീമിന് വേണ്ടിയിട്ടുള്ള സമ്മാനമാണ് ഈ ഫൺ വിത്ത് മാവേലി നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്ന ആരാന്നറിയോ? ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അവരുടെ നല്ലൊരു ഓണക്കോടിയാണ്. എല്ലാവരും കൂടിയിട്ട് വാങ്ങുക, എല്ലാവരും പിടിക്കുക. അറിയാലോ, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുപാട് ഡിസ്കൗണ്ടൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സന്ദർശിക്കുക. എവിടെയാണെന്ന് അറിയാലോ? തൃശ്ശൂർ പള്ളിക്കുളം റോട്ടിൽ. അറിയാലോ അല്ലേ? അറിയാം. അവിടെയൊക്കെ പോവുക, ഒരുപാട് ആഭരണങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. നാമിൻ്റെ പേര് പറഞ്ഞാൽ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത സമ്മാനം TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന അടിപൊളി ഒരു പായസം മിക്സാണ്. പിടിക്കുക. തൃശ്ശൂർ MG റോട്ടിലും അതുപോലെ തന്നെ തൃപ്രയാറാണുള്ളത്. അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാം. അതാണ് സന്തോഷമായിരിക്കണം. അപ്പോൾ അടുത്ത സമ്മാനം ഒന്ന് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. എങ്ങനെ ഇരിക്കുന്നു? സന്തോഷമായോ? സന്തോഷായി. അപ്പോൾ അടുത്തത് പറയുന്നത് ഈ മിടുക്കിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ മിടുക്കും കൂടി അങ്ങോട്ട് ചേർന്ന് പിടിച്ചോളൂ. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് വൗച്ചറാണ്. ഈ കാണുന്ന അടിയിലെ നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഐസ്ക്രീം അവർ എത്തിച്ചു തരുന്നതായിരിക്കും. മഹാബലിയുടെ പേരും പറഞ്ഞോളൂ. നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പോൾ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ ടീന ചേച്ചി ഒരു നൃത്താധ്യാപികയാണ്. അപ്പോൾ ഈ കൂട്ടരെല്ലാവരും കൂടിയിട്ട് ഒരു നൃത്തമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്നൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. എങ്ങനെ ായിരിക്കണു. എന്തായാലും നാം പറഞ്ഞപ്പോൾ അങ്ങോട്ട് കളിച്ചല്ലോ. സന്തോഷമായിരിക്കണം കേട്ടോ. കാരണം ഇവർ ഒരുപാട് തിരക്കിനിടയിൽ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും അധികം സമയം കിട്ടിയിട്ടില്ല. ഇപ്പോൾ മഹാബലി തമ്പുരാനുള്ള സ്നേഹത്തിൻ്റെ പേരിൽ കളിച്ചാണ് കേട്ടോ ഇവർ. എന്തായാലും ഈ ഡാൻസിനൊരു പ്രത്യേകതയുണ്ട്. ഇത് തിരുവാതിരക്കളിയാണെന്നറിയാലോ. അത് മാത്രമല്ല, ഇവർ ഓരോരുത്തരും ഓരോ സ്റ്റെപ്പാണ് കളിച്ചത്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലേ? കേമായിരിക്കണു. സന്തോഷമായില്ലേ? അപ്പോൾ ഇത്തരം ഡാൻസുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മഹാബലി തമ്പുരാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇനിയും തുടരട്ടെ ഡാൻസ്. അങ്ങോട്ട് പൊളിക്കുക ഓണം. അപ്പോൾ എങ്ങനെയാണ് മൂഡ്? ഓണം മൂഡ്. എല്ലാവരും കൂടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞേ. ഉറക്കെ പറഞ്ഞോളൂ കേട്ടാ.
തളർന്നു പോയല്ലോ, നാമും കൂടി തളർന്നു പോയി. ഉറക്ക പറഞ്ഞോളാ. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഇതാരൊക്കെയാണ് നിൽക്കുന്നത്? ഇതാരൊക്കെയാണ്? നമ്മുടെ ലിബീഷ് സാർ. എങ്ങനെ ഇരിക്കുന്നു ഓണം? അടിപൊളി. അപ്പൊ ഇത്തവണയും പാട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? പാട്ട് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞേർന്നേക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർ പാട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. പാട്ട് പറയേ പറ്റുള്ളൂ. പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ പ്രേക്ഷകരാണ്ട് കേട്ടോളും. അത്രയ്ക്ക് ഇഷ്ടമാണേ നിങ്ങളൊക്കെ. ഈ ഓണം എന്ന് പറയുന്നത് ഒരുപാട് പഴയ കാലങ്ങളിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ്. നമ്മുടെ ഒരു പാരഡി പാട്ട് എല്ലാവരും കേട്ട് പരിചയമായ ഒരു പാരഡി പാട്ടാണ്. ജോണിക്ക് വെളുപ്പാൻ കാലം തോട്ടിങ്കരയെത്തേണം, ചുണ്ടത്തൊരു ബീഡി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം. ജോണിക്ക് വെളുപ്പാൻ കാലം തോട്ടിങ്കരയെത്തേണം, ചുണ്ടത്തൊരു ബീഡി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം. പാല് വിക്കണ സോമനാ വഴി ചുമ്മാതെ നടക്കുമ്പോൾ കുറ്റിക്കാട്ടിലൊളിച്ചിരിക്കണ ജോണിയെ കണ്ടു. പഞ്ചായത്തിൽ അപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ. നോ നോ നോ, കാറ്റുമൂളണ ഫീലതൊന്നും വീട്ടിലില്ലല്ലോ. തൊട്ടാവാടികളും ചൊറിയന്തുമ്പകളും ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിങ്കരയെത്തേണം, ചുണ്ടത്തൊരു ബീഡി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം. എന്തായാലും സന്തോഷമായി. ഇത്രയും തമാശ നിറഞ്ഞൊരു പാട്ട് നാമിന് സമ്മാനിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. സമ്മാനം വേണ്ടേ? സമ്മാനം തന്നിരിക്കുന്നു. ഈ പ്രോഗ്രാം നമ്മുടെ ഫൺ വിത്ത് മാവേലി നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്ന ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു ഓണക്കോടിയാണ് സമ്മാനം. എങ്ങനെ ഇരിക്കുന്നു? സന്തോഷമായോ? സന്തോഷമായല്ലോ അല്ലേ? സന്തോഷം. എന്നാൽ നാമിന് സന്തോഷമായിട്ടില്ല, വേറെയും സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നത്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന മറ്റൊരു സമ്മാനം, നല്ലൊരു പായസക്കൂട്ട്. ഇത്തവണത്തെ ഓണം കലക്കാണല്ലോ. ഈ സമ്മാനം തന്നപ്പോൾ നാമിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് വിടുകയാണല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അടുത്ത സമ്മാനം എന്ന് പറയുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് കേട്ടോ. അങ്ങോട്ട് കൈയടിച്ചു കൊടുത്തോളാ. ഇനിയുണ്ടോ? പോറായിട്ടില്ല. നാമിന് പാട്ടൊക്കെ പാടി തന്നല്ലേ. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ. ആ നമ്പറിലൊക്കെ ഈ താഴെ കാണുന്ന നമ്പറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാലേ ഐസ്ക്രീമൊക്കെ ഉണ്ട് വീട്ടിലെത്തും. അതാണ് കാര്യങ്ങളൊക്കെ. അപ്പം എങ്ങനെ ഇരിക്കുന്നു? എന്തായാലും ഹാപ്പി ഓണം, നന്നായിരിക്കട്ടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ മായിൻ സാറ് ഇങ്ങനെ പായസം കുടിച്ച ക്ഷീണത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര പായസം കുടിച്ചു? ഒന്നേ കുടിച്ചുള്ളൂ, ഷുഗറുള്ള കാരണം വളരെ കുറച്ചു. ഒന്നേ കുടിച്ചുള്ളൂ. എന്തായാലും സന്തോഷമായിരിക്കുന്നു. കേമായില്ലേ സദ്യയൊക്കെ? പിന്നെന്താ, സൂപ്പർ ഗംഭീരമായിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകരുടെ സന്തോഷത്തിന് വേണ്ടി ഒരു പാട്ടാവാം. ഇങ്ങനെ ഇരിക്കുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചെറിയൊരു കുറച്ച് വരി അറിയാവുന്ന പെട്ടെന്ന് മനസ്സിലേക്ക് എത്തുന്നൊരു കുറച്ച് കേട്ടോ. ഒരു സെമി അല്ല ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഗന്ധുളി പാട്ടാണ്. പക്ഷേ ഓണം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതിൻ്റെ ആ ഒരു രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒപ്പം സപ്പോർട്ട് ചെയ്യണമാണ് കൈകൊട്ടിയിട്ട്. അതാ കണ്ട് തിരിച്ചു വരും, ഐസു കദീസു പത്തുമ്മ കദീസുമ്മ കദീസുമ്മ ഉന്തള്ളേ തല്ലല്ലേ പന്തല കൊഴിഞ്ഞാടും ഐസു കദീസു പത്തുമ്മ കദീസുമ്മ കദീസുമ്മ ഉന്തള്ളേ തല്ലല്ലേ പന്തല കൊഴിഞ്ഞാടും കുത്തിരിക്കിൻ ഡബ്ബർ ഘട്ടം കുടിക്കാൻ കൊടുക്കിൻ ഗ്ലൂക്കോസും വെള്ളം എന്നോട് കളിക്കല്ലേ ഉണക്കപ്പുട്ടേ മൈസൂര് കഴം ചൂട്ടി കഴിച്ചിടും ഞാൻ എന്നോട് കളിക്കല്ലേ ഉണക്കപ്പുട്ടേ മൈസൂര് പഴം കൂട്ടി കഴിച്ചിടും ഞാൻ നിങ്ങള് മുട്ടാണെങ്കിൽ നിങ്ങള് കുപ്പിച്ചില്ലാതെ നിങ്ങൾ ചില്ലാണെങ്കിൽ നമ്മള് കുപ്പിച്ചില്ലാതെ ഐസു കദീസു പാത്തുമ്മ കദീസുമ്മ തല്ലല്ലേ പന്തല കൊഴിഞ്ഞാടും ഹാപ്പി ഓണം.
അപ്പോ നമ്മുടെ മായിൻ സാറിന്റെ പാട്ട് മൊത്തത്തിലൊരു കളറാക്കിയിരിക്കുന്നു. നാമിന് സന്തോഷമായി. സമ്മാനം വേണ്ടേ? ആ കിട്ടിയ കൊള്ളാം, കുഴപ്പമില്ല, വേണ്ടെന്ന് അറിയില്ല. അപ്പോൾ സമ്മാനം അങ്ങോട്ട് കൊടുക്കുക. നമ്മുടെ ഫൺ വിത്ത് മാവേലി എന്ന ഈ പ്രോഗ്രാം നമുക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെയാണ് സമ്മാനം. ഇത് നല്ലൊരു ഓണക്കോടിയാണ് കേട്ടോ. എങ്ങനെ ഇരിക്കുന്നു? ഹാപ്പിയാണോ? ഹാപ്പിയാണ്, ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഹാപ്പി ആവാൻ വരട്ടെ. അടുത്തൊരു സമ്മാനം കൂടി പിടിക്കുക. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു പായസക്കൂട്ടാണ് കേട്ടോ സമ്മാനം. ഓണത്തിന് നല്ല പായസങ്ങളൊക്കെ വെച്ച് കഴിക്കുക. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അടുത്ത സമ്മാനം TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഹാപ്പി അല്ലേ? പിന്നെ വളരെ ഹാപ്പിയാണ്. ഹാപ്പി ആവാൻ വരട്ടെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സമ്മാനം കൂടി ഉണ്ട്. എങ്ങനെ ഇരിക്കുന്നു? ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് വൗച്ചർ. മക്കൾക്ക് കൊടുത്തോളാട്ടാ. ഞാൻ കഴിക്കില്ല, മക്കൾക്ക് കൊടുക്കുള്ളൂ. ആരോഗ്യം സംരക്ഷിക്കാനാണല്ലോ, ഓണം മാത്രം ആഘോഷിച്ചാൽ പോരല്ലോ അല്ലേ? അങ്ങനെ ഇരിക്കട്ടെ. അപ്പം എന്തായാലും ഒരു 2 പേര് കൂടിയിട്ട് ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് പറഞ്ഞോളാം. ഹാപ്പി ഓണം. അപ്പം എന്തായാലും അവന് സന്തോഷമായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ ഫിന്നി സാർ വിളിക്കുന്നത് എന്തോ ഒരു കാര്യം പറയാനുണ്ടോ തോന്നണം. എനിക്ക് പറയാനുള്ളത് നമ്മുടെ മാവേലിനെ കുറിച്ചിട്ടാണ്. TCVയുടെ ഫൺ വിത്ത് മാവേലി ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും രാത്രി 7:30 പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് നമ്മുടെ ഫൺ വിത്ത് മാവേലി. ഇത്തവണ TCVക്ക് ഒരു പുതിയ കലാകാരനെ പരിചയപ്പെടുത്താൻ സാധിച്ചു. ആള് ധനൂപാണ്. ആള് ഒരു മിമിക്രി കലാകാരനും കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ആദ്യത്തെ ദിവസത്തെ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ആൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് പ്രോഗ്രാം കണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുക. എന്തായാലും നല്ലൊരു പിന്തുണ ആ പ്രോഗ്രാമിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാവേലിക്ക് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത നമ്മുടെ ക്യാമറമാന് ഒപ്പം തന്നെ ഇതിൻ്റെ പരിപാടിയുടെ പ്രൊഡ്യൂസറായ സിബിക്കും ഒപ്പം തന്നെ ധനുപിനും എല്ലാവിധ TCVയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് പറയാനുള്ളത് മാവേലി ഇതൊക്കെയും കാണിച്ചു. ഒരു മിമിക്രി ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റും. എന്തായാലും സന്തോഷം. നാമിൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഒരു മിമിക്രി കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണ സാറിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ് മാവേലി നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ബോട്ടക്കിൽ എന്ന പടത്തിലെ സത്യം മാസ്റ്റർ റിക്ഷാ വണ്ടി ഒറ്റക്കാലുകൊണ്ട് തട്ടി ഒറ്റക്കൈ കൊണ്ട് പിടിച്ച് ബീഡി കത്തിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ കൊടുത്ത കാജാ ബീഡി ഉണ്ടല്ലോ, ഞാൻ കൊടുത്തതാ. വട്ടക്കൊട്ടിക്കൊരു യാത്ര, സായിപ്പിന് എടക്ക പിടിക്കുന്ന ഇത്ര എടക്ക. താങ്ക് യു. അപ്പോൾ നാമിൻ്റെ ഈ വേഷത്തിൽ കാണുമ്പോൾ നമുക്ക് ഒരാളെനെ സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. ആരാണത്? ഇന്നസെന്റ് സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കാനുള്ള ശ്രമമാണ് കേട്ടോ. ഞാൻ വന്നു. TCVയിലെ കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ച് ഓണാഘോഷിക്കാനായിട്ട് ഞാൻ വന്നു. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? അടിപൊളിയല്ലേ? എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എന്തായാലും ഇത്രയും നാൾ പ്രേക്ഷകർക്കായാലും TCV കുടുംബത്തിനെല്ലാം ഒരു മിമിക്രിയൊക്കെ അവതരിപ്പിച്ച് പ്രോത്സാഹനം നൽകി അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഒരു മൂഡിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇത്ര നാൾ മാവേലി എല്ലാവർക്കും സമ്മാനം കൊടുക്കുമായിരുന്നു. ഈ മാവേലിക്ക് ഞങ്ങളുടെ വക ഒരു സമ്മാനം തരികയാണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ TCVയുടെ സാരഥി നാസർ സാറിനെ വിളിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വിളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഇവരുടെ കൂടെ ഒരു പാട്ടിനൊത്തൊരു ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? എങ്ങനെയാണ്? അപ്പോൾ തുടങ്ങല്ലേ? തന്നെ ഒരു മധുരക്കിനാവിൻ
അപ്പോൾ നാമിൻ്റെ കുടുംബത്തിലെ ഓണാഘോഷ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ഈ ആഘോഷ തിരക്കിനിടയിലും നാമിന് ഒരു ദുഃഖ വാർത്ത പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നാം ഇന്നത്തോടു കൂടി ഈ ഫൺ വിത്ത് മാവേലിയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നാം ഇടവാങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ സങ്കടം ഇല്ലാതില്ല കേട്ടോ, കാരണം ഇത്രയും കാലം നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ കൂടി അടിച്ചു പൊളിച്ച് ഓണാഘോഷമൊക്കെ ഉഷാറാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് നാമിന് വിളി വരുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അടുത്ത തവണയും നിങ്ങൾ നാമിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. നാം എന്തായാലും എത്തിട്ടോ. പിന്നെ ഒരുപാട് പേർക്ക് ഇതിനിടയിൽ നന്ദി പറയാറുണ്ട്, കാരണം നമ്മുടെ പ്രോഗ്രാം ഇത്രയധികം വിജയിപ്പിച്ച പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോഴും ഒരുപാട് പേര് വരാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. മഹാബലി തമ്പുരാൻ എത്താൻ പറ്റണ്ടേ? എന്തായാലും തീർച്ചയായിട്ടും അടുത്ത വർഷം അവരുടെ ഒക്കെ പരാതി തീർത്തുകൊണ്ട് നാം വരുന്നതായിരിക്കും. മാത്രമല്ല, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും, നാമിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി മഹാബലി തമ്പുരാൻ എല്ലാവർക്കും ഒരു നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി വിടവാങ്ങുകയാണ്.